വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിർഷദന്തമോന്തം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ. നഷ്ടപ്രായേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാധാത സുഹൃത്പതിപിതാ ത്വം സദ്ഗുരുർന പരമം ച ദൈവതം യസ്യാനിവൃത്യാ കൃതിനോ ബഭൂവിമാ. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. എനിക്കിന്ന് ഭാഗവതം ക്ലാസ് എടുക്കാനായിട്ട് തന്നിരിക്കുന്നത് ശ്ലോകം നമ്പർ 11 12. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഈ ക്ലാസ് എടുക്കാനായിട്ട് ഒരു അവസരം തന്ന പതാമൃത പ്രഭുവിനും ഈശ്വരി മാതാജിക്കും ആദ്യമേ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ക്ലാസ് എടുക്കാൻ ഒരു അവസരം ലഭിച്ചത് നമ്മുടെ ഗുരുമഹാരാജിന്റെ കൃപ കൊണ്ടാണ്. ആ പാദങ്ങളിൽ എൻ്റെ നമസ്കാരം, ആ പാദപത്മങ്ങളിൽ, അതുപോലെ എല്ലാ ഭക്തന്മാരുടെയും പാദപത്മങ്ങളിൽ എൻ്റെ നമസ്കാരം ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ ഞാൻ എടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിപ്പോയാൽ, ഞാൻ പറയുന്നത് മനസ്സിലാകാതെ വരികയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതുമായിട്ട് യോജിക്കാതെ വരികയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള അറിവ് എനിക്ക് തരണം. ഓരോരുത്തരും അത് തെറ്റെന്താണ് എനിക്ക് പറ്റുന്നതെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എൻ്റെ നമസ്കാരം. അപ്പം നമ്മള് 1:11 ശ്ലോകം നമ്മൾ എടുക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ആ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അഥ സാധുത്രയത്സാരം സമുദ്ധൃത്യാ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അധ സാധോത്രയത്സാരം സമുദ്ധൃത്യാ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. ഹരേ കൃഷ്ണ. നമുക്ക് ആ ശ്ലോകത്തിലെ വേർഡ്സ് ഒന്ന് പരിചയപ്പെടാം. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ.
അതഹ സാധോഃ അത്ര യത് സാരം സമുദ്ധൃത്യ മനീഷയ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അത സാധോത്ര യത് സാരം സമുദ്ധൃത്യ മനീഷയ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. ഭൂരീണി ബഹുവിധങ്ങളായ പല രീതിയിലുള്ള ഭൂരി ധാരാളം കർമാണി കർമ്മങ്ങൾ ശ്രോതവ്യാനി പഠിക്കേണ്ടത്, കേൾക്കേണ്ടത്, അഭ്യസിക്കേണ്ടത്, വിഭാഗശഃ ശ്രദ്ധാ വിഷയങ്ങളായി എന്ന് വെച്ചാൽ പല വിഭാഗത്തിൽപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളായി. അതഹ ആകയാൽ സാധുഹോ അല്ലയോ മുനിശ്രേഷ്ഠ അത്ര ഈ ഗ്രന്ഥത്തിൽ യത് എന്തു തന്നെയായാലും സാരം എന്ന് വെച്ചാൽ അതിന്റെ സത്ത സമുദ്ധൃത്യ വളരെ വിശിഷ്ടമായിട്ടുള്ളത് മനീഷ അങ്ങയുടെ പൂർണ്ണജ്ഞാനം ബുദ്ധി എന്നൊക്കെ പറയും. ബ്രൂഹി ദയവായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഞങ്ങൾക്ക് തന്നാലും ഏന യാതൊന്നാൽ ആത്മാ ആത്മാവെ സുപ്രസീദതി പൂർണ്ണ സംതൃപ്തമാകുക. ഇത്രയും വേർഡ്സ് ആണ് അതില് ഉള്ളത്. ഹരേ കൃഷ്ണ. നമ്മള് ഈ ശ്ലോകത്തിലെ 3 ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ വേർഡ്സ് നമ്മൾ വായിച്ചു. ഇനി അതിന്റെ വിവർത്തനത്തിലേക്ക് കടക്കണം. അതിനു മുമ്പായിട്ട് ഈ ശ്ലോകം പറയുന്നത് ആരാണ്, എങ്ങനെയാണ് ഈ ശ്ലോകം പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയത്, ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ശ്ലോകം പറയുന്നത് എല്ലാവർക്കും അറിയാം. ആരാണ്? സൂത ഗോസ്വാമിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമ്മളെ ശ്രീമദ് ഭാഗവതത്തിന്റെ ഫസ്റ്റ് ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് പരമസത്യത്തിന്റെ നിർവചനത്തെ കുറിച്ച് നമ്മൾ വ്യക്തമായി പ്രൊഫസർ മാതാജീസും ക്ലാസ് എടുത്തു. അത് വളരെ വ്യക്തമായി വിശദീകരിച്ച് പറയുകയും ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വം എങ്ങനെയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ശ്ലോകം നമ്മൾ കാണുന്നു. എന്താണ്? ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വം നുകരുന്നതിനായി ലോകരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം പഠിക്കാനായി, ഇങ്ങനെയുള്ള ഭാഗവതാണ് ഈ അമരപുരാണത്തെ പഠിക്കുന്നതിന് വേണ്ടി അല്ലയോ മനുഷ്യ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നെ 4 തൊട്ട് 8 വരെയുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് മുനിമാർ സൂത ഗോസ്വാമിയെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പൊ സൂത ഗോസ്വാമി എങ്ങനെയുള്ള ആളാണ് എന്നുള്ളതാണ്. സൂത ഗോസ്വാമി നമ്മൾ അതിനകത്ത് പഠിച്ചു, അനഘനാണ്. അനഘൻ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും പറ്റാത്ത വ്യക്തിയാണ്. അധീതാനി ആഖ്യാതാനി എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റേഴ്സും പുരാണങ്ങളും എങ്ങനെ ആഖ്യാനം ചെയ്ത് പറയണോ അതിനൊക്കെ കഴിവുള്ള ആളാണ്. പിന്നെ അടുത്തത് പറഞ്ഞു വേദപിതാം ശ്രേഷ്ഠനാണ് എന്ന് വെച്ചാൽ എൽഡസ്റ്റ്, വളരെ എൽഡസ്റ്റ് ആയിട്ട് ഒരു ലേണഡ് വേദാന്തിസ്റ്റ് ആണ് അദ്ദേഹം. അതുപോലെ തന്നെ എല്ലാം ഉണ്ടെങ്കിലും പോരാ, നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞു തരാനും കഴിയും. സ്നിഗ്ധസ്യ എന്ന് പറഞ്ഞാൽ സബ്മിസീവ് ആയിട്ടുള്ള ആളാണ്. അതോടൊപ്പം എൽഡസ്റ്റ് ലേണഡ് വേദാന്തിസ്റ്റ് എന്നൊക്കെ പറയുന്നു. നമുക്കറിയാം ഈ ഭാഗവത എവിടെയാണ് ഭാഗവതം ആദ്യമായി പറഞ്ഞത് എന്നൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഭാഗവതം പറഞ്ഞു കൊടുത്തു, ആർക്ക് പറഞ്ഞു കൊടുത്തു, എവിടെയാണ് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമുക്ക് അറിയാം. വിഷ്ണുരാധൻ ബ്രഹ്മരാധനെയാണ്, ബ്രഹ്മരാധൻ വിഷ്ണുരാധൻ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീമദ് ഭാഗവതം. എവിടെ? ഗംഗാതീരത്ത് വെച്ച്. അപ്പം 80,000-ൽ കൂടുതൽ, 88 എന്നാണ് പറയുന്നത്, അത്രയും ഋഷിമാർ അവിടെ കൂടിയിരിക്കുന്നു. അപ്പം അവിടെ കൂടിയിരുന്നതിൽ ആ പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ ബ്രഹ്മരാധൻ വിഷ്ണുരാധന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ ഇവർ ഉണ്ടായിരുന്നു. സൂത ഗോസ്വാമി അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അച്ഛനായ രോമഹർഷണൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വളരെ വ്യക്തമായി ഭവ്യതയോടുകൂടി അത് മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കിയത് ഇവിടെ നൈമിശാരണ്യത്തിൽ വെച്ച് സഹസ്ര സമ ആസത എന്നും. അപ്പൊ അവിടെ വെച്ച് എന്താണ് 1000 വർഷം നീണ്ടു നിൽക്കുന്ന
ആ ഒരു യജ്ഞത്തിൽ വെച്ച് ആ കാര്യങ്ങൾ കേട്ടതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഭാഗവതം മാത്രമല്ല, പുരാണങ്ങളെല്ലാം അവിടെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ അവിടെ വെച്ച് ആരാണ് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആദ്യം നിയോഗിക്കപ്പെടുന്നത്? സൂത ഗോസ്വാമിയുടെ അച്ഛനായ രോമഹർഷണൻ. അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കാനായി തയ്യാറായി ഇരുന്നു. ആ വ്യാസാസനത്തിലാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നവർ ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് സൂതഗോസ്വാമി അപ്പൊ അത് കേൾവിക്കാരനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് രോമഹർഷണനാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ബലരാമൻ അവിടെ വരുന്നു. ബലരാമൻ അവിടെ വരുന്ന അവസരത്തിൽ വ്യാസാസനത്തിൽ ഇരിക്കുന്ന വ്യക്തി ആര് വന്നാലും എഴുന്നേക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് ബലരാമനെ കണ്ട് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്ഹെഡായ ഭഗവാനെ കണ്ട് അദ്ദേഹം എഴുന്നേറ്റില്ല എന്ന കുറ്റത്താൽ അദ്ദേഹത്തിന് ദേഷ്യം വരികയും എന്ത് ചെയ്തു? ഒരു പുൽക്കൊടി നുള്ളി എടുത്തിട്ട് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പൊ ഇനിയും ഇവരെല്ലാം ചോദിക്കുന്നു, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യുക? ഇത്രയും പേരവിടെ ഇരിക്കുകയാണ്, ഇതെല്ലാം ലോകർക്ക് നന്മ കൊടുക്കുന്നതിനായിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ നന്മ കൊടുക്കുന്നതിനായിട്ട് പറയുമ്പോൾ ഇത് ഞങ്ങൾ ഇനി എന്താ ചെയ്യാ? ഞങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം ബ്രാഹ്മണരെ ആർക്ക് കൊടുത്തു കഴിഞ്ഞു? രോമഹർഷന് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നു, ശരി, അതിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ കൊടുക്കാം, പക്ഷെ ഇല്ല, അദ്ദേഹത്തിന്റെ കർമ്മം ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മകനിലേക്ക് ഇതെല്ലാം നിങ്ങൾ കൊടുത്ത അനുഗ്രഹങ്ങളും അതോടൊപ്പം എല്ലാ അറിവും അദ്ദേഹത്തിന്റെ എല്ലാം തന്നെയും ഞാൻ അദ്ദേഹത്തിന് നൽകുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കഥകൾ കുറച്ചുണ്ട്, ഞാൻ ചുരുക്കി പറയാണ്. അതിനുശേഷം അദ്ദേഹം സൂത ഗോസ്വാമി ഇത് ആരുടെ ശൗനകന്റെ നേതൃത്വത്തിലുള്ള ഋഷിമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ശ്ലോകം 11 പിന്നീട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പറയുകയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മള് കലിയുഗത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പ്രഭു നന്നായിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 6 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതാണ് ആദ്യമേ ശൗനകന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ എല്ലാ ഋഷിമാരും 6 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലെ നമ്മളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1:9 ചോദിച്ചത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സാമാന്യ ജനങ്ങളുടെ പരമക്ഷേമത്തിനായി ദീർഘായുസുള്ള അങ്ങ് നിശ്ചയം വരുത്തിയ പൂർണ്ണവും പരമവുമായ നന്മ എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സരളമായി വിവരിച്ചു തന്നാലും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ സരളമായി വിവരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാകുകയുള്ളൂ എന്നാണ് ആ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ പുസ്തകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ. Translation and purport by Sri Bhaktivedanta Swami Srila Prabhupada ki jai. Hare Krishna. Vandeham Sri Guru Sri Yudhakamalam Sri Guru Vaishnavam Sri Rupam Sakadadam Sahagana Raghunathanidam Tam Sajeevam Satvedam Savakudam Vajjana Sahitam Krishna Chaitanya Devam Sri Radha Krishna Padan Sahagana Lalita Sri Visaganidam He Krishna Karuna Sindhu Dinabandho Jagalpade Gopesha Gopika Ganda Radha Ganda Namostude Taptaganjana Gaurangi Radhe Vrindavaneshwari Vrishabhanu. Hare Krishna, Mataji. ഹരേ കൃഷ്ണ മാതാജി, കേട്ടൂടായിരുന്നു. ഹരേ കൃഷ്ണ, ഇവിടെ കറണ്ട് പോയി പ്രഭു, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ, സോറി. ഒന്നുകൂടെ വായിക്കാം. ബഹുവിധങ്ങളായ അനവധി വേദശാസ്ത്രങ്ങളിലെല്ലാം നിരവധി നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ ഉണ്ടെങ്കിലും വ്യത്യസ്ത ഭാഗങ്ങളായി അനേക വർഷ അഭ്യസനങ്ങളിലൂടെ മാത്രമേ അവ പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധ്യമാവുകയുള്ളൂ.
ആകയാൽ അല്ലയോ മുനിവരിയ, സമസ്ത ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി ഈ സർവ്വവേദശാസ്ത്രങ്ങളുടെയും വിശിഷ്ട അന്തസ്സത്ത എന്തെന്ന് ദയവായി വിശദമാക്കിയാലും അവിധമുള്ള നിർദ്ദേശങ്ങളാൽ അവരുടെ ഹൃദയം പൂർണ്ണമായി സംതൃപ്തമാകട്ടെ. അപ്പം ശൗനകാദികളെ രണ്ടാമത്തെ ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് ഇതിൽ കാണുന്നത് അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, വേദശാസ്ത്രങ്ങൾ വിവിധ തരത്തിലുണ്ട്, പലതരത്തിലുള്ള വേദശാസ്ത്രങ്ങൾ ഉണ്ട്. അപ്പൊ ആ വേദശാസ്ത്രങ്ങളെല്ലാം പല രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പം വേദശാസ്ത്രങ്ങൾ അതിലെല്ലാം നിരവധി നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ, ഓരോരുത്തർക്കും എന്തെല്ലാം കർത്തവ്യങ്ങൾ ഉണ്ട് എന്ന് വിശദമാക്കിയിട്ടുമുണ്ട്. അപ്പൊ നമുക്കതെല്ലാം പഠിച്ചെടുക്കണമെങ്കിൽ നിരവധി വർഷത്തെ ഒരു അഭ്യസനം അതിന് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങ് എല്ലാ ശാസ്ത്രങ്ങളുടെയും വേദശാസ്ത്രങ്ങളുടെയും അന്തസ്സത്തെ എന്താണ്, എല്ലാത്തിന്റെയും കൂടി ഒന്ന് അന്തസ്സത്തെ എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മള് ടീച്ചേഴ്സിനോടൊക്കെ സ്കൂളിൽ ചോദിക്കാൻ അതെല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞു തരുമോ ടീച്ചർ ചോദിക്കുന്നത് പോലെ ഇവിടെ ചോദിക്കുകയാണ്, വേദശാസ്ത്രങ്ങളുടെ എല്ലാം അന്തസ്സത്തെ എന്താണെന്ന് ഒന്ന് ചുരുക്കി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. കാരണം ഇത് കലിയുഗമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും കാലമൊന്നുമില്ല ഇതെല്ലാം വായിച്ചു പഠിച്ചെടുക്കാൻ. അങ്ങനെ ഇതിവിടെ അന്തസ്സത്തെ എന്താണെന്ന് പറഞ്ഞു തരൂ. അപ്പം അതെല്ലാം ആ നിർദ്ദേശം കേട്ടിട്ട് എന്താണ്, ഞങ്ങളുടെ ഹൃദയം ഒന്ന് സംതൃപ്തമാകട്ടെ, അത് മറ്റുള്ളവർക്കും പ്രയോജനപ്രദമായി ഭവിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളെ ശ്രീല പ്രഭുപാദരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നമ്മുടെ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആത്മാവ് ദ്രവ്യത്തിൽ നിന്നും ഭൗതിക വസ്തുക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പം എത്ര സുഖ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും നമുക്ക് എന്തോ ഒരു പോരാഴിയുണ്ട്. നമുക്ക് നല്ല സുഖ സൗകര്യം കിട്ടിയാലും നമുക്കത് പോരാഴിയായിട്ട് തോന്നും. അപ്പൊ ആ ഭൗതിക സൗകര്യങ്ങൾ എത്ര കിട്ടുമ്പോഴും നമ്മുടെ മനസ്സ് സംതൃപ്തമാകുന്നില്ല. അപ്പൊ നമ്മളെ എല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന് പറയുന്ന ഈ ശരീരമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. നമുക്കിപ്പം സർവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ പക്ഷേ അങ്ങനെ എന്നാലും നമുക്കത് വിശ്വസിക്കാനുള്ള ഒരു മനസ്സില്ല. എപ്പോഴും നമ്മൾ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ദുഃഖം വരുമ്പോഴേ നമുക്ക് വിഷമം വരും. അതുപോലെ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിഷമം വരും. ആ ശരീരമല്ല നമ്മളെങ്കിൽ അങ്ങനെയുള്ള തോന്നേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ നമുക്കിവിടെ അത് തോന്നും എന്നുള്ളതാണ്. അപ്പൊ ആത്മാവിന്റെ സംതൃപ്തിയാണ് ഈ സർവ്വവേദങ്ങളിലും പറഞ്ഞു തന്നിട്ടുള്ളത്. ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കുന്നില്ല, പക്ഷേ വേദങ്ങളിൽ അത് തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ആത്മാവിന്റെ സംതൃപ്തി, കർമ്മശാസ്ത്ര നിർദ്ദേശങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ജീവിത രീതികളാണ് നിലവിലുള്ളത്. എവിടെ പോയാലും ഈ ഭൗതിക ലോകത്തിൽ ഇങ്ങനെ സംതൃപ്തിയൊന്നും ഇല്ല. അതുകൊണ്ട് ഇതിന്റെ ചുരുക്കം ഒന്ന് പറഞ്ഞു തരണേ എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഭൗതിക സംതൃപ്തി കിട്ടുന്നില്ല, നമുക്കിവിടെ സംതൃപ്തി കിട്ടാത്തതിന് കാരണം നമ്മുടെ യഥാർത്ഥ നേച്ചർ എന്താണ്, ആ ഒരു ആത്മസ്വരൂപനായിരിക്കുന്ന ആ രീതിയിലുള്ള അങ്ങനെ അതാണ് നമ്മളുടെ ഇതെന്ന് പറയുന്ന ഭഗവാന്റെ അംശമാണ് നമ്മൾ. ആ അംശമായതുകൊണ്ട് ഈ ആത്മീയമായ കാര്യങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് സംതൃപ്തി ലഭിക്കാൻ കഴിയും. മറ്റേതൊക്കെ ഒരു സംതൃപ്തി കിട്ടും, ഒരു വലിയ കാർ വാങ്ങിച്ചുകൊണ്ട് വന്ന് വളരെ സന്തോഷത്തോടു കൂടി ഓടിക്കും. അപ്പൊ ആ സമയത്തേക്ക് നമ്മൾ സംതൃപ്തരാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, ആഭരണങ്ങൾ ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സംതൃപ്തരാണ്. പക്ഷെ ആ സമയത്തേക്ക് മാത്രം, പിന്നീട് അത് മാറിപ്പോകുന്നു. അപ്പൊ ആത്മസംതൃപ്തമാകുന്നില്ല, നമ്മൾ ഭൗതിക വസ്തുക്കൾ കൊണ്ട് നമുക്ക് ആത്മസംതൃപ്തി ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ പ്രത്യേകതയെ കുറിച്ച് നമുക്ക് ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ ഒരു 13-ാമത്തെ ശ്ലോകം തൊട്ടങ്ങോട്ട് പറയുന്നുണ്ട്. 25-ാമത്തെ ശ്ലോകം വരെയും ആത്മാവിന്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അതറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവനാശിത് തദ്വിധീയേന സർവമിദം തദം. പിന്നെ ആത്മാവ് എങ്ങനെയാണ്, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ അച്ഛേത്യോയം അദാഹ്യോയം അക്ലേത്യോ അശോഷ്യേവ. ഇങ്ങനെ ശ്ലോകങ്ങൾ ഇങ്ങനെ ആത്മാവും നമ്മുടെ ശരീരവും രണ്ടും രണ്ടാണെന്ന് ഉദാഹരണ സഹിതം നമുക്ക് വിശദമാക്കി ഭഗവാൻ തരുന്നുണ്ട്. അപ്പം കാലഭേദങ്ങൾക്കനുസരിച്ച് ജീവാത്മാക്കൾ എല്ലാവരും ഓരോ ജീവജാലങ്ങളായി പല രീതിയിൽ ജീവിക്കുന്നു. പക്ഷേ സംതൃപ്തി കിട്ടുന്നില്ല. അതിന് കാരണം എന്താണെന്നാണ് ഇവർക്ക് അറിയേണ്ടത്. ഈ ശ്ലോകത്തിൽ കൂടി അവര് ചോദിക്കുന്നത്. അപ്പൊ ഇനി അതിനെന്ത് ചെയ്യണം, ഈ സാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കലിയുഗത്തിൽ ഈ ധർമ്മശാസ്ത്രങ്ങൾ അറിയാനുള്ള
ഒരു കാലം നമുക്കില്ല. നമുക്കറിയാം, നമുക്ക് കാലയളവ് വളരെ കുറവാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ എടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സത്യയുഗത്തിൽ എത്ര വർഷം, ദ്വാപരയുഗത്തിൽ എത്ര വർഷം, കലിയുഗത്തിൽ എത്ര വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അതിനാല് ആ കാലഘട്ടമൊന്നും അന്നാണെങ്കിൽ ഇഷ്ടംപോലെ വർഷങ്ങൾ, ലക്ഷം വർഷങ്ങളൊക്കെ ആയുസുള്ളവർക്ക് ഇഷ്ടംപോലെ കാലഘട്ടം ഉണ്ടായിരുന്നു ഇതിനൊക്കെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ആ സമയം നമുക്ക് പോരാ ഇതെല്ലാം വായിച്ചെടുക്കാൻ. അതുകൊണ്ട് അതിന്റെ സത്ത വേണം. പിന്നെ പറയുന്നു, വർണ്ണാശ്രമ സമ്പ്രദായം കലിയുഗത്തിൽ വിഷമമേറിയതാണ്. അവയുടെ നിയമം പാലിക്കുന്ന വർണ്ണം. അപ്പം എന്താണ്, ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യര്, ശൂദ്രര് ഇവർക്കൊക്കെ വിവിധ തരത്തിലുള്ള കർമ്മങ്ങൾ. അപ്പൊ അതെല്ലാം പാലിക്കാൻ നമുക്കിവിടെ ആകുന്നില്ല. കൂടാതെ വാനപ്രസ്ഥ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ വീട് വിട്ട് കുടുംബസമേതം വിച്ഛേദിക്കാനുള്ള ഒരു രീതിയും ആ ഒരു മനസ്സും നമുക്കിന്നേ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ആത്മീയമായ ചുറ്റുപാട് കലിയുഗത്തിൽ പ്രയാസമായതുകൊണ്ട് ജനങ്ങൾക്ക് കഷ്ടതകൾ കൂടുന്നു. അവയ്ക്ക് പരിഹാരം കാണാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ കലിയുഗത്തിൽ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന എല്ലാ വിധത്തിലുള്ള കഷ്ടതകളും അനുഭവിക്കാൻ പോവുകയാണെന്ന് ഇവർക്ക്, മുനിമാർക്ക് തോന്നി. അങ്ങനെ അവരുടെ മനസ്സിലുണ്ടായ ആ ചിന്തകൾ മനുഷ്യരെ കഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവർക്ക് അത്യധികം അറിവ് പകർന്നു കൊടുക്കാനായിട്ടാണ് ഈ യജ്ഞം തുടങ്ങിയത് തന്നെ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ കഷ്ടതകൾ നീക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഇന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ കഷ്ടതകൾ കുറയ്ക്കാനായി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആര് പറഞ്ഞു തന്നു? ഭഗവാൻ സ്വയം മഹാപ്രഭുവായിട്ട് ഇവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു തന്നു? നമുക്ക് ഈ കലിയുഗത്തിൽ നമുക്ക് ഒരു ഗുണമുണ്ട്. അതെന്താണ്? ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലോ നാസ്ത്യേവ ഗതിരന്യഥ. 3 പ്രാവശ്യം നാസ്ത്യേവ ഗതിരന്യഥ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് രാധാകൃഷ്ണ അന്യത്ര, അവർ രണ്ടുപേരും കൂടി ആണ് വന്ന് നമുക്കിത് പറഞ്ഞു തന്നിട്ട് പോയത്. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിനെ അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ നമുക്ക് ഏതെല്ലാം പുരാണങ്ങളാണോ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം, ഏതെല്ലാം പുസ്തകങ്ങളാണ്. അപ്പൊ നമ്മളെല്ലാവരും, ക്രിസ്ത്യൻസ് പറയാം അവർക്ക് ബൈബിളിലുണ്ട്, മറ്റവർക്ക് ഖുറാനുണ്ട്. നമുക്ക് എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ചിലർക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. അപ്പം വേദശാസ്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ശ്രുതി എന്നും സ്മൃതി എന്നും നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ട് മനസ്സിലാക്കേണ്ടത്, സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർത്ത് സൂക്ഷിച്ച് മനസ്സിൽ വെക്കേണ്ടത്. അപ്പം വേദങ്ങളെല്ലാം ഓരോരുത്തരുടെയും ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. വേദങ്ങളിൽ നമുക്ക് നിർദ്ദിഷ്ട കർത്തവ്യം നമ്മുടേത് എന്താണെന്ന് പറയുന്നുണ്ട്. ഈ ബഹുവിധങ്ങളായി നിരവധി വേദശാസ്ത്രങ്ങളിൽ അവ വിശദീകരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. വേദങ്ങൾ എന്ന് പറയുന്നത് കർമ്മ, അർത്ഥ, കാമ, മോക്ഷം 4ഉം പറയുന്നുണ്ട്. പക്ഷേ വേദങ്ങളിൽ നമ്മൾ ഇനിയിപ്പം ഭാഗവതത്തിൽ തന്നെ പഠിക്കും. വേദവ്യാസൻ അത് രചിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം സങ്കടമാണ് തോന്നിയത്. രാശിൽ എന്ന് പറയുന്ന ആരതിര് വന്ന് തീർത്തു കൊടുക്കുന്നതൊക്കെ കാണാം. അപ്പൊ അവിടെ ഈ മോക്ഷപ്രാപ്തിക്ക് അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് പറയാൻ ഒരു 10%, 88% എവിടെ പോയി? ധർമ്മ, അർത്ഥ, കാമത്തിനായിട്ട്, അതെല്ലാം തീർക്കുന്നതിനായിട്ട് പോയി. അപ്പോഴേ ഈ ഭഗവാനെ കുറിച്ച് പറയാൻ അവസരം കിട്ടിയില്ല എന്നൊക്കെ നമ്മളെ വായിക്കും. എന്താണ് അത് നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, നമ്മുടെ നിർദ്ദിഷ്ട കർത്തവ്യം എന്താണ് എന്നുള്ളത്. അപ്പം അത് 1-2 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ക്വസ്റ്റ്യനായിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. സവൈ പുംസാം ഭരോ ധർമ്മോ യഥോഭക്തിരധോക്ഷജേ അഹൈതുകീ അപ്രതിഹത യഥാത്മാ സുപ്രസീദതി. സവൈ പുംസാം ഭരോ, നമ്മുടെ പരോധർമ്മം എന്താണ്?
അതെന്താണ്? യഥോ ഭക്തി അധോക്ഷജേ, അധോക്ഷജനിലുള്ള പരമമായ ഭക്തിയാണ് നമ്മുടെ പരമമായ ധർമ്മം. അതെങ്ങനെയായിരിക്കണം? അഹൈതുകിയായിരിക്കണം, അപ്രതിഹത. അഹൈതുകം കാരണമായിരിക്കണം, അപ്രതിഹത യാതൊരു പ്രതിബന്ധങ്ങളും ഇല്ലാതെ പോകണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് ആ ഒരു സുനിശ്ചിതസ്യ ധർമ്മസ്യ സംസിദ്ധ ഹരിതോഷണം, ഭഗവാനെ തൃപ്തിപ്പെടുത്തുകയാണ് ജീവിതത്തിന്റെ പരിപൂർണത എന്ന് 1-2 പറയുന്നുണ്ട്. അപ്പം ഒരു ഭഗവത് പ്രേമമില്ലാത്തവർക്ക്, ഭഗവത് ഭക്തി ഇല്ലാത്തവർക്ക് എന്താണ്? ഭഗവത് ഭക്തിഹീനസ്യ യാതിശാസ്ത്രം ജപസ്തവ അപ്രാണസ്യ വേദ ദേഹസ്യ മണ്ഡനം മുഖരഞ്ജനം എന്ന് പറഞ്ഞാല് ഭക്തി ഇല്ലാതെയുള്ള ഭഗവസ്തുതി, നമ്മുടെ മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തി ഇല്ല എങ്കിൽ നമ്മൾ വെറുതെ ഹരേ രാമ ഹരേ രാമ ഇങ്ങനൊക്കെ പറഞ്ഞു പോയിന്നുണ്ട്. നടക്കുന്ന രീതിയിൽ നടക്കുമ്പോൾ പറയും, അങ്ങോട്ട് പോകുമ്പോ പറയും, ഇങ്ങോട്ട് പോകുമ്പോ പറയും, എന്താ ജപിച്ചു വന്ന വരാ റൗണ്ട് ജപിക്കണം, ജപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു തീർക്കുന്നുണ്ട്. പക്ഷേ ഭക്തി ഇല്ലാതെയാണ്. അതും ജപിക്കാത്തവരാണ് ബാക്കിയുള്ളത്. ഇത്രയെങ്കിലും ജപിക്കുന്നു, നമുക്ക് അല്പമെങ്കിലും ഭഗവാനിലേക്ക് തിരിയുന്നു, അല്പം ജപിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ. പക്ഷെ അതും ഇല്ലാത്തവർ എത്ര പേരുണ്ട്? അപ്പൊ അങ്ങനെ വെറുതെ ഭഗവാന്റെ അമ്പലത്തിൽ പോകുന്നു, അവിടെ ഇത് പൂജ നടത്തുന്നു, അത് നടത്തുന്നു, ഇത് നടത്തുന്നു. അവരിൽ ഭക്തിയൊന്നുമില്ല, കാര്യസാന്നിധ്യം മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ ഭക്തിയില്ലാതുള്ള ഭഗവസ്തുതിയെ പറഞ്ഞിരിക്കുന്നത് ശവശരീരത്തിൽ അലങ്കാരം നടത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭക്തിയോടുകൂടി നാമജപമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ധർമ്മശാസ്ത്രങ്ങളെ, സനാതന ധർമ്മത്തിലെ ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ശ്ലോകമാണ് തന്നിരിക്കുന്നത്, വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. സ്മൃതി എന്നും പറയുന്നു. ശ്രുതിയാണ് പ്രൈമറി സ്ക്രിപ്റ്റേഴ്സ്, സ്മൃതിയാണ് സെക്കൻഡറി സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രൈമറി സ്ക്രിപ്ചർ എന്ന് പറയുന്ന പ്രധാനമായിട്ട് നമ്മൾ എടുത്താല് അത് എന്തൊക്കെയാണ്? വേദങ്ങളാണ് നമ്മുടെ പ്രൈമറി സ്ക്രിപ്റ്റേഴ്സ്. ശ്രുതി എന്ന് പറഞ്ഞാൽ മുനിമാർക്ക് ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനിൽ റിവീൽ ആകുന്ന സത്യങ്ങളെയാണ് ശ്രുതി എന്ന് പറയുന്നത്. അവര് ഡീപ്പ് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഭഗവത് ശക്തി, ആ ശക്തിയോടുകൂടി വരുന്ന സത്യങ്ങൾ. സ്മൃതി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ അന്തരംഗ നിർദ്ദേശം അനുസരിച്ച് മുനിമാർ എഴുതുന്ന കാര്യങ്ങളെയാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് വേദങ്ങൾ എടുക്കുമ്പോഴേ അതിന് 4 വേദങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം, അതെല്ലാവർക്കും അറിയാം. വേദങ്ങളെ പലതായി തിരിച്ചിട്ടുണ്ട്. സംഹിതകളെന്നും ബ്രാഹ്മണങ്ങൾ, നമുക്ക് ബുക്കില്ലേ, നമുക്ക് വായിക്കാൻ ഇഷ്ടംപോലെ ബുക്സ് ഇല്ലേ. അപ്പൊ അത് നമുക്ക് പലർക്കും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അതിലേക്ക് വിശ്വസിക്കാത്തതെന്നാണ് പറയുന്നത്. അപ്പം വേദങ്ങളെ സംഹിതകൾ എന്ന് തിരിച്ചിട്ടുണ്ട്. സംഹിത എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളും കീർത്തനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സംഹിതകൾ എന്ന് പറയുന്നത്. അടുത്തത് ബ്രാഹ്മണങ്ങൾ എന്ന് തിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ബ്രാഹ്മണങ്ങളാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആചാര അനുഷ്ഠാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജ്ഞാനകാണ്ഡമുണ്ട്. ജ്ഞാനകാണ്ഡം അതെല്ലാം പറയുന്നത്, ജ്ഞാനകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരണ്യകങ്ങൾ എന്നും, അതുപോലെ ഉപനിഷത്ത് ഫിലോസഫിക്കലായിട്ടുള്ളതിനെ ഉപനിഷത്ത് എന്നും തിയോളജിക്കലായിട്ടുള്ളതിനെ ആരണ്യകങ്ങൾ എന്നും പറയും. അപ്പം വേദങ്ങളെ സംഹിതകളെന്നും ബ്രാഹ്മണങ്ങളെന്നും തിരിച്ചു. സംഹിതങ്ങൾ വേദത്തിന്റെ ഫസ്റ്റ് പാർട്ടാണ്. അതിനകത്ത് മന്ത്രം, കീർത്തനം, ശ്ലോകം, അനുഗ്രഹങ്ങളെ, വിവിധ തരത്തിലുള്ള മന്ത്രങ്ങൾ എല്ലാം ഏതിനകത്ത് വരുന്നു? സംഹിതയ്ക്കകത്ത് വരും. ബ്രാഹ്മണസ് എന്ന് പറയുന്നതിനകത്ത് സെക്കൻഡ് പാർട്ടാണ്. അത് എലാബറേറ്റ് എക്സ്പാൻഷനാണ്. എന്തേ? മന്ത്രങ്ങളുടെ എല്ലാം, യജ്ഞങ്ങളെ, ആചാരങ്ങളെ ഒക്കെ അതിനകത്ത് വരും. പിന്നെ അതുപോലെ ഋഗ്വേദത്തിന് 2 ബ്രാഹ്മണങ്ങളുണ്ട്. ഐത്തരേയ ബ്രാഹ്മണവും സാഖ്യായന ബ്രാഹ്മണവുമാണ് ഉള്ളത്. പിന്നെ ഇനിയുള്ളത് ആരണ്യക. അപ്പം സംഹിത, ബ്രാഹ്മണാസ്, ആരണ്യകങ്ങള്, അത് വേദങ്ങളുടെ അന്ത്യഭാഗമാണ് ആരണ്യകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് റിച്വൽസിനെ കുറിച്ച് പറയുന്നു, അതുപോലെ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്, സെറമണീസിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നു. പിന്നെ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. നമുക്ക് 108 ഉപനിഷത്തുക്കൾ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. ഉപ എന്ന് പറഞ്ഞാൽ നിയർ, സമീപത്ത്. നീ എന്ന് പറഞ്ഞാൽ ഡൗൺ, ഇരിക്കുക. അപ്പൊ ഷട്ട് എന്ന് പറഞ്ഞാൽ സിറ്റ്, സമീപത്തിരുന്ന് പഠിക്കുക. അങ്ങനെയുള്ളതാണ്, അതിനെയാണ് ഉപനിഷത്ത് പറയുന്നത്. നമുക്ക് അതിനെ വേദാന്തം എന്നും പറയും. നമുക്ക് 108 ഉപനിഷത്തുക്കളുണ്ട്. ആ ഉപനിഷത്തുക്കളിൽ വളരെ പ്രധാനമായ മന്ത്രങ്ങളും നമുക്കറിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അഹം ബ്രഹ്മാസ്മി, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ തന്നെയാണ്, അഹം സ്പിരിറ്റ് സോൾ ആണ് ഞാനെന്ന് പറയുന്നു. അയമാത്മാ ബ്രഹ്മ. പിന്നെന്താണ്? തത്വമസി. ശബരിമല പോയിട്ടുള്ളവരെല്ലാം കണ്ടിട്ടുണ്ട്. തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, സർവം ഖല്ലുമിതം ബ്രഹ്മ, സോഹം. ഇങ്ങനെ പല
പല മഹാവാക്യങ്ങളൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ഉപനിഷത്തിലുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് ഉപനിഷത്തുക്കളുണ്ട്. ഈശകേന കഥ പ്രശ്നമുണ്ടക മണ്ഡോക്യ തൈത്തരീയ ചാന്തോക്യ ബൃഹദാരണ്യ ശ്വേതാശ്രത കൈഷ്ഠികി മൈത്രി എന്നൊക്കെ പല പല ഉപനിഷത്തുക്കൾ നമുക്ക് ഉണ്ട്. ആ ഉപനിഷത്തുകളിലാണ് വേദങ്ങളെ കുറിച്ച് വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നത് ഉപനിഷത്തുക്കളാണ്. അപ്പൊ ഉപനിഷത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് വേദത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉപനിഷത്തുക്കൾ. നമ്മുടെ ശ്രീല പ്രഭുപാദന്റെ ഭഗവത്ഗീതയും ഭാഗവതം ബുക്കും എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം എത്ര ഉപനിഷത്തുക്കളിൽ കൂടിയാണ് അത് വിശദീകരിച്ചിരിക്കുന്നത്. അതിശയം തോന്നി. എത്ര ആ ഒരു 108 എത്ര എണ്ണം, അതിനകത്ത് 13 എണ്ണം തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഉപനിഷത്തുക്കളെ. അപ്പൊ അങ്ങനെ ബൃഹദാരണ്യോപനിഷ ശ്വേതാശ്വത ഉപനിഷത്തിൽ നിന്നും കഠോപനിഷത്തിൽ നിന്നും അങ്ങനെ എല്ലാത്തിൽ നിന്നും ഈശോപനിഷത്തെ കേനോപനിഷത്തെ എല്ലാത്തിൽ നിന്നും വിശദീകരണങ്ങൾ നമുക്ക് നമ്മുടെ ഭഗവത്ഗീത വഴിയും അതുപോലെ ഭാഗവതം വഴിയും കിട്ടുന്നുണ്ട്. ഇനിയും നമുക്ക് എന്താണ് ഉപവേദങ്ങളുണ്ട്. ഉപവേദം എന്ന് പറയുന്നത് ആർച്ചറിയെ കുറിച്ച് പഠിക്കുന്ന ഉപവേദങ്ങൾ, അതുപോലെ ആർക്കിടെക്ചറിനെ കുറിച്ച് പഠിക്കുന്ന സ്തവന്യവേദങ്ങൾ, മ്യൂസിക്കും ഡാൻസും പഠിപ്പിക്കുന്ന ഗന്ധർവവേദങ്ങൾ, അതുപോലെ മെഡിസിനെ കുറിച്ചുള്ള ആയുർവേദങ്ങൾ. ഓടിച്ച് പറയാനേ ടൈമുള്ളൂ, അതുകൊണ്ടാണ് ഇതെല്ലാം വിശദീകരിക്കാൻ ടൈമില്ല. ഇനി സ്മൃതിയിലേക്ക് നമുക്ക് പോകാം. ശ്രുതിയാണ് ഇതുവരെ പറഞ്ഞത്. സ്മൃതി വരുമ്പോൾ ഇതിഹാസങ്ങൾ സ്മൃതിയിൽ വരുന്നതാണ്. നമുക്കറിയാം രാമായണവും മഹാഭാരതവും വംശചരിതമാണത്. പുരാണങ്ങൾ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായ റീഡിങ്സ് വരും. പഞ്ചരാത്രം എന്ന് പറയുന്നത് ഡേറ്റി വർഷിപ്പാണ്, കേട്ടിട്ടുണ്ടാകും. പഞ്ചരാത്രത്തെ കുറിച്ച് എല്ലാവരും പ്രധാനപ്പെട്ട പുരാണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ബ്രഹ്മപുരാണം, പത്മപുരാണം, വിഷ്ണുപുരാണം, ശിവപുരാണം, ഭാഗവത പുരാണം, നാരായണ പുരാണം, മാർക്കണ്ഡേയ പുരാണം, അങ്ങനെ പല പല 18 പുരാണങ്ങൾ പ്രത്യേകിച്ചുണ്ട്. മിക്കവാറും മത്സ്യപുരാണത്തിൽ നിന്നൊക്കെ ശ്രീല പ്രഭുപാദർ ഒരുപാട് തന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് നമുക്കെല്ലാം അറിയാം. പിന്നെ അടുത്തത് ധർമ്മശാസ്ത്രങ്ങളാണ്. ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നത് ആചാരം, വ്യവഹാരം, ഇതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് മനുസ്മൃതിയെ കുറിച്ചറിയാം, യാജ്ഞവൽക്യ സ്മൃതിയെ കുറിച്ചറിയാം, നാരദ ശാസ്ത്രത്തെ കുറിച്ചറിയാം, വിഷ്ണുരാധ. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടുണ്ടാകും എന്ന് മാത്രം. പിന്നെ അതുപോലെ നമുക്ക് ആഗമവും തന്ത്രങ്ങളും ഉണ്ട്. ശൈവിസം, വൈഷ്ണവിസം, ശക്തിസം, അതുപോലെ നാസ്തിക വിശ്വാസങ്ങളായ ബുദ്ധിസം, ജൈനിസം, ചാർവാക്കിസം എന്ന് പറഞ്ഞാൽ എത്തിസ്റ്റിക് ബിലീഫാണ്. പിന്നെ ദർശനങ്ങൾ നമ്മുടെ ഇതിലേക്ക് വരികയാണ്. ന്യായ ദർശനത്തെ കുറിച്ച് എഴുതിയ ഗൗതമനാണ്. വൈശേഷിക ദർശനം എഴുതിയ കനഡ. സാഖ്യം കപിലൻ. യോഗ പതഞ്ജലി. പൂർവമീമാംസയും ഉത്തരമീമാംസയും ഉണ്ട്. പൂർവമീമാംസ ജൈമിനിയാണ് എഴുതിയത്, കർമ്മകാണ്ഡമാണ്. ഉത്തരമീമാംസ എഴുതിയത് വ്യാസദേവനാണ്. അതാണ് വേദാന്തത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമുക്കിപ്പം ഫിലോസഫിക്കൽ വെറൈറ്റീസ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ അചിന്ത്യ ഭേദാഭേദ തത്വത്തിലേക്ക് എത്തിയത്. ആദ്യം അദ്വൈതമായിരുന്നു, ശങ്കരാചാര്യരുടെ അദ്വൈതം. അതുപോലെ വിശിഷ്ടാദ്വൈതത്തിലേക്ക് പിന്നെ വന്നു. പിന്നെ ദ്വൈതമായി മധ്വാചാര്യരുടേത്. അവിടെ നിന്ന് ഇതൊന്നും അല്ല, ഇവരെല്ലാം തമ്മിൽ അടി നടന്നു. ഒന്നുമല്ല, അചിന്ത്യ ഭേദാഭേദ തത്വമാണ് പ്രധാനമായിട്ടുള്ളതെന്ന് മഹാപ്രഭു പറഞ്ഞു നിർത്തി. അപ്പം മഹാപ്രഭുവിന്റെ വാക്കാണ് അചിന്ത്യ ഭേദാഭേദ തത്വം. അത് ഇന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താണ് അചിന്ത്യ ഭേദാഭേദ തത്വം? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ. അചിന്ത്യ ഭേദാഭേദ തത്വം ഇവരെല്ലാവരും വിശദീകരിച്ചു. അതായത് ഭഗവാനെ പോലെ, അതായത് ഒന്നുമാണ് എന്നാൽ വിഭിന്നവുമാണ്. ഭഗവാന്റെ അളവിലില്ല. കടലും കടലിന്റെ തുള്ളി ജലവും മാതിരി നമ്മൾ ഭഗവാന്റെ അംശമാണെങ്കിലും അത്രയും ക്വാളിറ്റീസും ഇതൊന്നും നമ്മളില്ല. അദ്വൈതം എന്ന് പറഞ്ഞപ്പോഴെന്താണ്? ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറഞ്ഞു അല്ലെ? വിശിഷ്ടാദ്വൈതം വന്നപ്പോ അല്പം വ്യത്യാസമിട്ട് അവര് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദ്വൈതം വന്നപ്പോഴത്തേക്ക് രണ്ടും രണ്ടാണെന്ന് രണ്ട് വിരലും ഇങ്ങനെ കാണിച്ചു പറഞ്ഞു. അചിന്ത്യ മാതാജി പറഞ്ഞതുപോലെ അചിന്ത്യ ഭേദാഭേദ തത്വത്തിൽ വന്നപ്പോഴത്തേക്ക് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെങ്കിൽ ഒന്നേ, അല്ലെ രണ്ടാണെങ്കിൽ രണ്ട്. പക്ഷേ രണ്ട് ആ ഘടനയിൽ അല്ലെങ്കിൽ അതിന്റെ ഗുണത്തിൽ ഒന്നാണ്. പക്ഷേ എന്താണ്? അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളെ പോലെ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങള്
ഒരു 6 മാസം എന്താണ് 20 ദിവസം ആയപ്പോഴത്തേക്ക് 21-ാം ദിവസം ആയപ്പോഴത്തേക്ക് പൂതനെ വധിക്കാൻ കഴിഞ്ഞു, ശകടാസുരനെ വധിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ എത്ര എന്തെല്ലാം കാര്യങ്ങൾ ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു. ഇതിനൊക്കെ നമുക്ക് കഴിയുമോ? ഒന്നാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ അചിന്ത്യ ഭേദാഭേദ തത്വം അതിനെക്കുറിച്ച് വിശദീകരിച്ച് പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. മഹാപ്രഭു നമ്മുടെ ശിഷ്ടാഷ്ടകത്തിൽ 8 ശ്ലോകത്തിലാണ് അദ്ദേഹത്തിന്റെ കാര്യം, അദ്ദേഹം പറയാനുള്ളതെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് എന്ന് നമുക്ക് അറിയാം. അക്കൂട്ടത്തിൽ ആ ഒരു ജീവാത്മാവ് പരമാത്മാവും തമ്മിലുള്ള ഇവർ 2 കൂട്ടരും തമ്മിലുള്ള അടിയെ നിർത്തുന്നതിന് വേണ്ടി പറഞ്ഞു, നിങ്ങളെ വിശ്വസിച്ചോളൂ, ഇത് രണ്ടും ഒന്നാണ് എങ്കിൽ രണ്ടാണ് എന്നാണ് അദ്ദേഹം അവിടെ തിരിച്ച് പറഞ്ഞു തന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും ബുക്കുകളുണ്ട്. ഞാനിപ്പോ പറയാൻ തന്നെ എത്ര സമയമെടുത്തു. അപ്പൊ ഇതൊക്കെ വായിച്ചിട്ട് ഇതിന്റെ തത്വങ്ങൾ ഗ്രഹിക്കുവാനും ഇതിനെ മനസ്സിലാക്കി എടുക്കാനും നമുക്ക് കഴിയുമോ? കഴിയുകയില്ല. അതുകൊണ്ടാണ് അവര് അതിന്റെ അന്തസത്ത പറഞ്ഞു തരാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചത്. അപ്പൊ ഈ ശ്ലോകം ഞാനിവിടെ നിർത്തുകയാണ്. കാരണം അടുത്ത ശ്ലോകം കൂടി എടുക്കാനാണ് മാതാജി എനിക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ ശ്ലോകത്തിനകത്തോ ലാസ്റ്റിൽ ചോദിച്ചാലും മതി. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം കൂടി അങ്ങ് എടുക്കാം. ഹരേ കൃഷ്ണ. 12ാമത്തെ ശ്ലോകമാണ് ഇനി എടുക്കാനുള്ളത്. അപ്പൊ 2ാമത്തെ ശ്ലോകത്തിൽ എന്ത് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് അവരെ ഋഷിമാര് ചോദിച്ചത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? ജനങ്ങളുടെ പരമക്ഷേമത്തിനായി ദീർഘായുസുള്ള അങ്ങ് നിശ്ചയം വരുത്തിയ പൂർണ്ണവും പരവുമായ നന്മയെക്കുറിച്ച് അതെന്താണെന്ന് ഞങ്ങൾക്ക് സരളമായി വിവരിച്ചു തരിക എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് 9ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? അല്ലയോ മുനിവര്യ, സമസ്ത ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി ഈ സർവ്വവേദശാസ്ത്രങ്ങളുടെയും വിശിഷ്ട അന്തസത്ത എന്തെന്ന് നമുക്ക് പറഞ്ഞു തന്നാലും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ആൻസർ എവിടാൻ ചോദിച്ചാൽ 1, 2, 7ാമത്തെ ശ്ലോകം തൊട്ട് 28ാമത്തെ ശ്ലോകം വരെ ഇതിനെ കുറിച്ച് ചെറുതായിട്ട് വിശദീകരിച്ച് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ എസൻസ്, എല്ലാ സ്ക്രിപ്റ്റേഴ്സിന്റെ എസൻസ് എന്താണ് എന്ന് അവിടെ നമ്മൾ പിന്നീട് കാണും. 2ാമത്തെ അധ്യായത്തിൽ നമുക്കിതെല്ലാം കാണാനുണ്ട്. അപ്പൊ ഇനി അടുത്തത് ശ്ലോകം 12 സൂതജാനാസി ഭദ്രം തേ ഭഗവാൻ സത്വദാംപതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാം. സൂതജാനാസി ഭദ്രം തേ ഭഗവാൻ സത്വദാംപതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാം. അപ്പൊ അതിന്റെ വേർഡ്സ് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതിഃ ദേവക്യാം വസുദേവസ്യ ജാതഃ യസ്യ ചികീർഷയ. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതിഃ ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്. ഇതിലെ പറയുന്ന സൂത എന്ന് പറഞ്ഞാൽ സൂത ഗോസ്വാമിയെ വിളിക്കുകയാണ്. സൂത എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. സൂത എന്ന് പറയുന്നത് തേരാളിമാരെ സൂത എന്ന് പറയും. കൂടാതെ സൂത എന്ന് പറയുന്നവരെ പാട്ടുപാടി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം നാട്ടിലൊക്കെ പാട്ടുപാടി നടന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നവരെയും എന്ത് പറയും? സൂതന്മാരെന്ന് പറയാറുണ്ട്. ജാനാസി അങ്ങറിയുന്നു, ഭദ്രം ഭദ്രം തേ സർവ അനുഗ്രഹങ്ങളും അങ്ങേക്ക് ആകട്ടെ. ഭഗവാൻ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാൻ സാത്വതാം പതി ശുദ്ധ ഭക്തന്മാരുടെ സംരക്ഷകനാണ് അദ്ദേഹം. ദേവക്യാം ദേവകിയുടെ ഗർഭപാത്രത്തിൽ വസുദേവസ്യ വസുദേവരാൽ ജാതനായി യസ്യ ലക്ഷ്യം ചികിത്സയ നിർവഹിക്കാൻ. അദ്ദേഹം വന്നതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്. വെറുതെ ഭഗവാൻ ഇങ്ങനെ വരികയല്ല ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വന്നതിന്റെ ലക്ഷ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം വിവർത്തനം. അല്ലയോ സൂത ഗോസ്വാമി, അങ്ങേക്ക് സർവമംഗളങ്ങൾ നേരുന്നു. വസുദേവതനയനായി പരമദിവ്യോത്തമ പുരുഷൻ ദേവകീ ഗർഭത്തിൽ ആവിർഭവിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം
താങ്കൾ അറിയുന്നു. അപ്പം ഭഗവാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളതാണ്. ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഇവിടെ വരാനുള്ള കാരണം അതെല്ലാം നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. എങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ഈ ശ്ലോകത്തിൽ കൂടി മനസ്സിലാക്കുക. അപ്പൊ ഭഗവാൻ ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഭഗവാൻ എല്ലാം ഭഗവാനാണെന്ന് പറയും അല്ലെ. അപ്പൊ നമ്മളെ പരാശര മഹർഷി, വേദവ്യാസ മഹർഷിയുടെ അച്ഛനായിരുന്നു പരാശര മഹർഷി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സഹ ശ്രിയ ജ്ഞാനവൈരാഗ്യോശ്ച ഇവ ഷണ്ണം ഭഗീരണ. അപ്പം ഐശ്വര്യസ്യ സമഗ്രസ്യ, സമഗ്രമായ ഐശ്വര്യം, അതുപോലെ ശൗര്യം, വീര്യം, യശസ്, ശ്രീ ഐശ്വര്യം, ജ്ഞാനം, വൈരാഗ്യം, ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ള ആളെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത്. ഇതെല്ലാം പൂർണ്ണമായിരിക്കണം. യഥാർത്ഥത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള ആളെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ എത്ര ഐശ്വര്യങ്ങളുണ്ട് ആർക്കെങ്കിലും പറയാമോ? ഷഡൈശ്വര്യങ്ങളുണ്ട്. അപ്പം ഇനിയും ഭഗവാന് മുഖ്യമായിട്ടും ഈ ഷഡൈശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ട്. എത്ര ഷഡൈശ്വര്യങ്ങൾ അപ്പൊ ഐശ്വര്യം എന്ന് പറയുന്നത് എത്ര ഉണ്ടോ, എത്രമാത്രമാണോ നമ്മളിലുള്ളത്, അതെല്ലാം ഭഗവാനുണ്ട്. അതുപോലെ എല്ലാ പൂർണ്ണമായ വീര്യം, പൂർണ്ണമായ യശസ്, പൂർണ്ണമായ ജ്ഞാനം, പൂർണ്ണമായ വൈരാഗ്യം, ഇതെല്ലാം ഭഗവാനിൽ നിറഞ്ഞിരിക്കുകയാണ്. വേറെ ആർക്കും ലഭിക്കാതെ. അപ്പൊ ഭഗവാനിൽ എത്ര ഗുണങ്ങളുണ്ട് എന്ന് ചോദിക്കുമ്പോ ഭഗവാനിൽ പൂർണ്ണമായി 64 എന്ന് നമ്മൾ പറയും. 64 ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്, 64 ഗുണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് എന്ന് നമ്മൾ പറയും. ഇപ്പൊ ഈ 64 ഭഗവാൻ മാത്രമാണ് ഈ 64 ഉള്ളത്. പിന്നെ വിഷ്ണുവിന് എത്രയുണ്ട് ആർക്കെങ്കിലും പറയോ? ഭഗവാൻ 64 ഉള്ളത്, വിഷ്ണുവിന് 60, ശിവന് 55, ബ്രഹ്മാവിന് 50, ഇങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിലെ എല്ലാ ഐശ്വര്യങ്ങളുടെയും നിറകുടമായി ബാക്കി ആർക്കുമില്ലാത്ത, വിഷ്ണുവിന് പോലും ഇല്ലാത്ത 4 ഐശ്വര്യങ്ങൾ കൂടി, 4 ഭാവങ്ങൾ കൂടി, ഐശ്വര്യമല്ല ഭാവങ്ങൾ കൂടി നിറഞ്ഞിരിക്കുന്നത് ഭഗവാനിലാണ്. അപ്പൊ ഏതൊക്കെയാണ് ഭഗവാന്റെ ഭാവത്തിൽ? 64 ഭാവങ്ങളിൽ ഏതൊക്കെയാണ്? അപ്പം ആ ഒരു ബാക്കി ആർക്കും ഇല്ലാത്തതാണ് എന്ത്? ലീലാമാധുരി എന്ന് പറയുന്നത് ബാക്കി ആർക്കുമില്ല, ഭഗവാന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ശ്രീരാമചന്ദ്രനിൽ അല്പമായി ലീലാമാധുരി അടങ്ങിയിരുന്നു എന്ന് പറയുന്നത് ലീലാമാധുരി. അതുപോലെ പ്രേമമാധുരി, അത് ഭഗവാനിൽ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ വേണുമാധുരി, അതുപോലെ രൂപമാധുരി. ഇത് 4ഉം ആ 60 വിഷ്ണുവിനുള്ള 60നോടൊപ്പം ഈ 4ഉം കൂടി കലർന്നതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം സച്ചിത് ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സന്ധിനി, സംവിത്ത്, ഹ്ലാദിനി എന്ന് 3 ശക്തികൾ. അപ്പം എറ്റേണിറ്റി, നോളജ്, ഹാപ്പിനെസ്, ആനന്ദം, ഇത് 3ഉം ഭഗവാനിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സത്ത് എന്ന് പറയുമ്പോ പരമസത്യം, നിരുപാധിക സത്യം എന്നൊക്കെ നമ്മൾ പറയും. പരമസത്യം, അതിനപ്പുറത്ത് വേറൊരു സത്യം ഇല്ലാത്തതിനെയാണ് സത്ത് എന്ന് പറയുന്നത്. നിരുപാധിക സത്യമായിട്ട് ഉള്ളതാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ശുദ്ധ ഭക്തന്മാരുടെ സംരക്ഷകനാണ് എന്ന് നമുക്കറിയാം. ഭഗവാന്റെ കൃത്യരെ സാത്വതന്മാരെന്ന് പറയുന്നു എന്ന് നമുക്കറിയാം. ശുദ്ധ ഭക്തരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഭഗവാനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഭഗവാനെ സാത്വത സംരക്ഷകൻ എന്നും പറയാറുണ്ട്. പ്രൊട്ടക്ടർ ഓഫ് ഡിവോട്ടീസ് എന്ന് പറയാറുണ്ട്. അപ്പം ഭദ്രം തേ എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഭദ്രം തേ എന്ന് പറഞ്ഞാൽ അങ്ങയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു എന്നുള്ളതാണ്. ബ്ലെസ്സിങ്സ് അപ്പോൺ യു എന്നാണ് പറയുന്നത്. പരമസത്യത്തെ കുറിച്ച് ആ പ്രഭാഷകനിൽ നിന്ന് കേൾക്കണമെന്നുള്ള ആഗ്രഹം അവരിലുള്ളത് കൊണ്ട് ആ വ്യഗ്രത കാണിക്കുന്നതാണ് ആ വാക്കെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ശുദ്ധഭക്തന്മാരുടെ സംരക്ഷകനാണ് ഭഗവാൻ. ഏവർക്കും അഭിമതമുള്ളവനെങ്കിലും സ്വഭക്തരോട് സവിശേഷമായ അമിത ചായ്വുള്ളവനാകുന്നു. സത് എന്നാൽ നിരപേക്ഷ സത്യം എന്നാണ് അർത്ഥം. നിരപേക്ഷ സത്യസേവകരെ സാത്വതർ എന്ന് സംബോധന ചെയ്യുന്നു. അത്തരം ശുദ്ധഭക്ത സംരക്ഷനായ ഭഗവാൻ സാത്വത സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭദ്രം തേ അഥവാ സർവമംഗളങ്ങളും അങ്ങേക്ക് ഭവിക്കട്ടെ എന്ന് സന്യാസി ശ്രേഷ്ഠർ സംബോധന ചെയ്തതിൽ പ്രഭാഷകനിൽ നിന്നും നിരപേക്ഷ സത്യത്തെക്കുറിച്ച് സംബന്ധിച്ചറിയാനുള്ള ഉത്കണ്ഠ വ്യക്തമാകുന്നു.
പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവപത്നിയായ ദേവകിയിൽ അവതരിച്ചു. പരമപുരുഷ ആവിർഭാവം സംജാതമായ അതിനിരാവസ്ഥയുടെ പ്രതിരൂപമാകുന്നു വസുദേവർ. ഇത്രയും ശ്രീല പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഭഗവാൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഭഗവാൻ ഇവിടെ വന്നു, അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ ഇനിയും ശ്ലോകങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും വ്യക്തമായിട്ട്. ഓരോ ശ്ലോകങ്ങൾ പഠിച്ചു പോകുമ്പോൾ അതെല്ലാം പറയും. അപ്പൊ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ഇവിടെ അവതരിച്ചത് കാരണമൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിലേക്കും പോകണ്ട. അത് പിന്നീട് ഇനി ശ്ലോകങ്ങൾ വഴി വരും. കൃഷ്ണനെ വസുദേവ പത്നിയായ ദേവകിയിൽ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പം എങ്ങനെയാണ് അദ്ദേഹം അവതരിച്ചത്? ആദ്യം നമുക്കറിയാം, വസുദേവരിൽ ഭഗവാനെ കുറിച്ചുള്ള ആ പൂർണ്ണമായ രൂപം, പൂർണ്ണമായ ജ്ഞാനം അതെല്ലാം വസുദേവരിലേക്ക് ഭഗവാൻ പകർന്നു കൊടുക്കുന്നു. ആ വസുദേവരിൽ പ്രത്യക്ഷമാകുന്നു ഭഗവാൻ. എന്നിട്ട് ആ ജ്ഞാനത്തെയും ആ രൂപത്തെയും ദേവകിയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത് വസുദേവൻ. അങ്ങനെയാണ് വസുദേവർക്ക് ഭഗവാൻ വസുദേവരിൽ നിന്ന് ദേവകിയിലേക്ക് ലഭിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഭഗവത് കാര്യമാണ്, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദേവകിയിലേക്ക് വസുദേവരിൽ നിന്നാണ് ആ യഥാർത്ഥ ഭഗവത് സ്വരൂപവും ഭഗവത് ജ്ഞാനവും പകർന്നു കിട്ടുന്നത്. അങ്ങനെയാണ് ഭഗവാൻ ജനിക്കുന്നത്. ഒരു സാധാരണ ശിശുവായിട്ടല്ല ഭഗവാൻ ജനിച്ചത്, ചതുർഭുജ രൂപത്തിലാണ് ദേവകിക്ക് പ്രത്യക്ഷമാകുന്നത്. പക്ഷേ ദേവകിയോട് നേരം പറയുന്നുണ്ട് അല്ലേ, ആ ഭഗവാൻ പറയുന്നുണ്ട്, അമ്മയുടെ ജന്മാന്തരങ്ങളായുള്ള അമ്മയുടെ ആഗ്രഹം അനുസരിച്ചാണ് ഞാൻ അങ്ങമ്മയ്ക്ക് മകനായിട്ട് വന്ന് ജനിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ദേവകിയുടെ 3 ജന്മത്തെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിവുള്ളതായിരിക്കും അല്ലെ. ആദ്യത്തെ ജന്മത്തിൽ പൃഷ്ണിയും സുതഭയുമായിട്ട് അവർ ജനിക്കുന്നു. പൃഷ്ണി ഗർഭൻ എന്നായിരുന്നു ഭഗവാൻ അവർക്ക്. അവരുടെ ആ സത്യവേഗത്തിൽ അവരുടെ ആ മെഡിറ്റേഷനിൽ ധ്യാനത്തിൽ അങ്ങനെ ഭഗവാനെ തന്നെ തനിക്ക് പുത്രനായിട്ട് വേണം എന്നുള്ള അവരുടെ ആഗ്രഹം മാനിച്ച് ഭഗവാൻ ആ ജന്മത്തിൽ എന്താണ് പൃഷ്ണി ഗർഭനായി ജനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കറിയാം അതിഥിയും കശ്യപനുമായിട്ട് അവർ ജനിക്കുന്ന അവസരത്തില് അവർക്ക് ആരായി ജനിക്കുന്നു, വാമനായി ജനിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത അതിൽ ദേവകിയും വസുദേവരായിട്ട് ജനിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനായി. അപ്പൊ നമുക്ക് ദേവകിയെയും അതുപോലെ യശോദയും കമ്പയർ ചെയ്യുമ്പോഴേ ദേവകി എന്ന് പറയുന്നത് സാധനാ ഭക്തി എടുത്ത് ഭഗവാനെ തന്നെ വേണം, ഭഗവാനെ എനിക്ക് മകനായിട്ട് കിട്ടണം എന്നുള്ള അങ്ങേ അറ്റത്തെ ആ വ്യഗ്രത ആഗ്രഹം അവരിൽ. അപ്പൊ എന്നാൽ യശോദ എന്ന് പറയുന്നത് സാധനഭക്തിയിൽ കൂടിയല്ല, അവരെ ഒറിജിനലി ഭഗവാന്റെ അമ്മയായി വരാൻ ഭഗവാൻ തിരഞ്ഞെടുത്ത എന്ന് വെച്ചാൽ ശുദ്ധഭക്തരെ. ഇവർ ദേവകി ശുദ്ധഭക്ത അല്ലെന്നല്ല, തീർച്ചയായും ശുദ്ധഭക്ത തന്നെയാണ്. പക്ഷെ യശോദെ അവർ മാനസിക വ്യാപാരവും നമ്മുടെ ലെവലും ഒക്കെ വ്യത്യാസമാണ് ഓരോ ഭക്തിക്ക്, ഓരോ രീതിയിലും. അപ്പൊ നമ്മുടെ ഭാവത്തെ, നമ്മുടെ ഭക്തിയെ ഒക്കെ പല രീതിയിൽ എടുക്കാം. അതിനെക്കുറിച്ചൊക്കെ പറയാൻ ഞാൻ ആരുമല്ല, യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഇതാണ്. അതുകൊണ്ട് നമ്മൾ ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. യശോദയാണെങ്കിൽ സാധന ഭക്തിയിലല്ല, അവര് ശുദ്ധഭക്തി ഭഗവാൻ തന്നെ അവരുടെ മനസ്സിലേക്ക് കൊടുത്തതാണ്. അങ്ങനെ യശോദ വേറൊരു രീതിയിൽ അമ്മയാകുന്നു. ഭഗവാന്റെ നിത്യ മാതാവായിട്ട് യശോദയെ സ്വീകരിച്ചിട്ടുണ്ട് ഭഗവാൻ എന്നുള്ളതാണ്. അപ്പം ഈ യസ്മിൻ വിജ്ഞാതേ സർവമേവം വിജ്ഞാതം ഭവതി, ഭഗവാനാണ് ഇതെല്ലാം നമുക്ക് തരേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എങ്ങനെയായാലും ദേവകി പുത്രനായിട്ട് ജനിക്കുന്നു. അപ്പം വിഷ്ണു രൂപത്തിൽ എന്താണ് ശംഖചക്ര ഗദാധാരിയായിട്ടാണ് ജനിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ദേവിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് പിന്നീട് എന്താണ് ദ്വിഭുജ രൂപത്തിലാകുന്നത് കൃഷ്ണന്. അപ്പം വാസുദേവര് ഈ കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് പോകുന്ന കഥ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെ അവിടെ ചെല്ലുന്ന അവസരത്തിൽ, അമ്പാടിയിൽ എത്തുന്ന അവസരത്തിലെ യശോദയ്ക്ക് കുട്ടി പിറന്നിരുന്നു എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അവിടെ രൂപഗോസ്വാമി പറയുന്നതനുസരിച്ച് യശോദ അമ്മയ്ക്ക് ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും പിറന്നിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ വസുദേവര് കുഞ്ഞിനെയും കൊണ്ട് അവിടെ കൊണ്ട് കിടത്തുന്ന അവസരത്തിലെ യശോദ മയക്കത്തിലായിരുന്നു, ഒന്നും അറിയുന്നില്ല. അവിടെ കിടത്തുന്ന അവസരത്തില് ഈ രണ്ടും, ഇവിടെയുള്ള കൃഷ്ണനും അതുപോലെ ദേവകിയുടെ പുത്രനും യശോദാനന്ദനും ഒന്നായി ഭവിച്ചു എന്നാണ് ഗോസ്വാമി വിശദീകരിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ വസുദേവരിതൊന്നും അറിയുന്നില്ല. കുഞ്ഞിനെ എടുത്തോണ്ട് മായാദേവിയെയും എടുത്തോണ്ട് തിരിച്ചു പോരുകയും ചെയ്യുന്നു. ആര് പറയുന്നുണ്ട്? നമ്മുടെ രൂപഗോസ്വാമി. അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ എനിക്ക് അർഹതയില്ല, അദ്ദേഹമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ദേവകൃഷ്ണനെ അവിടെ കിടത്തി എന്ത് ചെയ്തു?
യശോദയ്ക്കുണ്ടായ മകളെയും കൊണ്ട് ഇനി പോരുന്ന കഥയും നമുക്കറിയാം. അപ്പം അവിടെ പിന്നീട് അവിടെ അങ്ങനെ കൃഷ്ണൻ അവിടെ രണ്ടുപേരും ഒന്നായി ലീലകൾ അങ്ങ് ആടി തിമിർക്കുകയായിരുന്നു. യശോദയുടെ ആഗ്രഹത്തിനനുസരിച്ച് ലീലകൾ ഇങ്ങനെ ആടിക്കൊണ്ടേയിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചെന്നാൽ കൃഷ്ണയെ കൊണ്ടുപോകാനായിട്ട് അക്രൂരൻ എത്തുന്ന സമയത്തെ അക്രൂര ഘാട്ടിന്റെ അവിടെ വരെ മാത്രമേ കൃഷ്ണൻ വരികയുള്ളൂ. കൃഷ്ണൻ ഒരിക്കലും വൃന്ദാവനം വിട്ടിട്ട് വൃന്ദാവനം പരിത്യജ്യ പദം നഗച്ഛതി എന്നാണ് പറയുക. ഒരു പദം പോലും വിടുകയില്ല. എന്നാൽ ചോദിക്കും, ഇതൊക്കെ ആരാണ് പിന്നെ ചെയ്തത് എന്ന് ചോദിക്കും. അപ്പം ഭഗവാന്റെ 4 ഭാവങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ്? എന്താണ്? വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഇത് 4ഉം കൂടെ കൂടുന്നതാണ് ഭഗവാൻ. അതുകൊണ്ട് സമയം കഴിഞ്ഞ മാതാജി. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ 4 ഭാവങ്ങളാണ് ഈ ലീലകൾക്കെല്ലാം ഭഗവാൻ നിയോഗിക്കുന്നത്. ഈ 4 ഭാവങ്ങളെയാണ് വസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നുള്ള ഭാവങ്ങളെയാണ് അതിനെല്ലാം നിയോഗിക്കുന്നത്. അപ്പൊ ആക്രൂര ഘട്ടിലെത്തുന്ന സമയത്ത് കൃഷ്ണൻ തിരിച്ചങ്ങ് വൃന്ദാവനത്തിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ ആർക്കും അത് കാണാൻ കഴിയുന്നില്ല. അതൊക്കെ ഭഗവാന്റെ മായകളും ലീലകളുമാണ്. അന്തരംഗ ശക്തി അതിനെല്ലാം ഭഗവാന്റെ ശക്തിയായ അന്തരംഗ ശക്തി അതിനെല്ലാം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ ഒരിക്കലും വൃന്ദാവനം പരിത്യജ്യ ഗച്ഛതി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം കൂടി അവിടെയുണ്ട്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവപത്നിയായ ദേവകിയിൽ അവതരിച്ചു. പരമപുരുഷ ആവിർഭാവം സംജാതമായ അടീന്ദ്രാവസ്ഥയുടെ പ്രതിരൂപമാകുന്നു വസുദേവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, വസുദേവ ഈ അതീന്ദ്രിയാവസ്ഥയിൽ, കാരണം ഭഗവാനെ നമുക്കറിയാം, ഭഗവാന്റെ സച്ചിത് ആനന്ദ സ്വരൂപത്തെ കുറിച്ച് നമുക്കറിയാം. സച്ചിദാനന്ദത്തിൽ നിന്ന്, സത്സ്വരൂപത്തിൽ നിന്ന് ബലരാമൻ ഉണ്ടാകുന്നുവെന്നും ആനന്ദഭാവത്തിൽ നിന്ന് രാധാറാണി ഉണ്ടാകുന്നുവെന്നും എല്ലാവർക്കും അറിയാം. പിന്നീട് ആ സദ്ഭാവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഫസ്റ്റ് ചതുർവ്യൂഹം ഉണ്ടാകുന്നുണ്ട്. ആ ചതുർവ്യൂഹത്തിൽ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചതുർവ്യൂഹം ഉണ്ടാകുന്നുണ്ട്, രണ്ടാമത്തെ. അതുകൊണ്ട് സെക്കൻഡ് വാസുദേവൻ, സെക്കൻഡ് സംഘർഷണൻ, സെക്കൻഡ് പ്രദ്യുമ്നൻ, സെക്കൻഡ് അനിരുദ്ധൻ എന്നീ ഭാവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ഒക്കെ ആ അതീന്ദ്രിയതയുടെ ഏറ്റവും ഉയർന്ന ഭാവങ്ങളാണ്. പിന്നീടാണ് നമുക്ക് സദാശിവൻ ഉണ്ടാകുന്നതും. അതുപോലെ സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിലേക്ക് എന്തുണ്ടാകുന്നു? വിഷ്ണു രൂപങ്ങൾ 3ആയി വരുന്നതും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതൊക്കെ അതാണ് ഈ ഭാവം എന്ന് പറയുന്ന സംജാതമായ അതീന്ദ്രാവസ്ഥയുടെ പ്രതിരൂപമാകുന്ന ഏറ്റവും ഉന്നത ഭാവത്തെയാണ് ആ വസുദേവർ എന്ന ഭാവം കൊണ്ട് ഇവിടെ വസുദേവരാക്കി പ്രതിരൂപമാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് വസുദേവർ എന്ന പ്രതിരൂപം എന്ന് ചോദിച്ചാൽ അതീന്ദ്രിയാവസ്ഥയാണ്. അതീന്ദ്രിയാവസ്ഥയെ കാണിക്കുക ഭഗവാന്റെ ഉന്നത ഭാവം, അതിനൊരു പ്രതിരൂപം ഇവിടെ നൽകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ വന്ന് ആരിൽ വരുന്നത്? വസുദേവരിലേക്ക് വരുന്നു. വസുദേവരിൽ നിന്ന് ദേവകിയിലേക്ക് എത്തുന്നത്. ആ ഉന്നത ഭാവം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ചതുർവ്യൂഹം, സെക്കൻഡ് ചതുർവ്യൂഹം. അവിടെ നിന്ന് എന്തുണ്ടായി? അവിടെ നിന്നാണ് പിന്നെ കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു ഉണ്ടാകുന്നു, അത് സൃഷ്ടിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ആ സമയത്ത് തന്നെ സദാശിവൻ സൃഷ്ടി ഇവിടെ കണ്ണായി രക്ഷപ്പെടുന്നു. ഇതൊക്കെ നിങ്ങൾ ഇനിയും പഠിക്കും, നമ്മൾ 2ാം അധ്യായത്തിൽ പഠിക്കും. അപ്പൊ അതീന്ദ്രിയാവസ്ഥയുടെ ഏറ്റവും ഉയർന്ന ഭാവത്തെയാണ് ആ പേര് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഭഗവാനിലേക്ക് അത് വ്യക്തമായി കൊടുക്കുന്നു. ഭഗവാൻ അതെല്ലാം വ്യക്തമാക്കി കൊടുക്കുന്നു ഇവർക്ക്. ഇത് എന്തെന്ന് അവർക്കറിയില്ല. അദ്ദേഹത്തിന്റെ അന്തരംഗ ശക്തി കൊണ്ട് ഇതെല്ലാം നടക്കുന്നു എന്നാണ് പഠിക്കുന്നത്. ഹരേ കൃഷ്ണ. സമയം കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഈ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. Hare Krishna, Mataji. Hare Krishna. Mataji, ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? Vasudeva is the symbol of the transcendental position wherein the appearance of Supreme Lord takes place. സിമ്പൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു വസുദേവർ എന്ന് പറയുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു, ഭഗവാൻ ഉണ്ടാകുന്ന അവസരത്തില്
എന്താണ് ഭഗവാനെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സാധാരണക്കാരെ ഒരു കുട്ടിയെ പ്രസവിക്കുന്നത് പോലെ ഒരു പ്രസവമല്ല ദേവകിക്ക് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ആ കുട്ടി ഉണ്ടാകുന്നത് നമുക്കറിയാം, സംഘർഷണനെ ആദ്യം ദേവകിക്ക് സംഘർഷണം ആദ്യം വരുന്നുണ്ടല്ലേ, ബലരാമൻ വന്ന് ജനിക്കുന്നുണ്ടെന്നൊക്കെ അറിയാമല്ലോ. 7 മാസമായപ്പോഴത്തേക്ക് സംഘർഷണം ചെയ്ത് അറിയിലേക്ക് പോയി, അപ്പം രോഹിണിയിലാക്കി എന്നൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞപ്പോഴേ രോഹിണിയിലേക്ക് ബലരാമനെ സംഘർഷണം ചെയ്തിട്ടതിന് ശേഷം എന്ത് ചെയ്തു, ഭഗവാൻ തന്നെ ആ ഭഗവാന്റെ അതീന്ദ്രിയ സ്വരൂപത്തോടുകൂടി, അതീന്ദ്രിയ ഭാവത്തോടുകൂടി, അതീന്ദ്രിയ ഭാവം എന്ന് പറയുന്നതാണ് ഭഗവാന്റെ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുന്ന 3 ഭാവങ്ങളെ. എറ്റേണിറ്റി, അതുപോലെ നോളജ്, ആനന്ദം, ഇത് 3. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളെ പോലെ നമ്മൾ രൂപത്തിൽ കാണുന്നു എങ്കിലും, ഒരു മനുഷ്യനെ പോലെ നമ്മൾ തോന്നുന്നുവെങ്കിലും, ഭഗവാൻ എന്ന് പറയുന്നത് ആത്മീയ സ്വരൂപമാണ്. ആ ആത്മീയ സ്വരൂപമാണ് സത്ത്, ചിത്ത്, ആനന്ദം. അപ്പൊ ഭഗവാന് തോന്നുമ്പോൾ, ഭഗവാൻ എൻജോയ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഭഗവാൻ എത്ര രൂപങ്ങൾ വേണമെങ്കിലും എടുക്കാൻ കഴിയും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, ആ സദ്ഭാവത്തിൽ നിന്ന് ഭഗവാൻ രാമനായി മാറുന്നുണ്ട്. അപ്പൊ എന്താണോ ഈ ഫസ്റ്റ് ചതുർവ്യൂഹത്തിനും സെക്കൻഡ് ചതുർവ്യൂഹത്തിനും എല്ലാം കാരണമായി ബേസായി നിൽക്കുന്നത്, അതിന്റെ എല്ലാം ബേസായി നിൽക്കുന്നത് എന്താണോ, ആ ബേസാണ് യഥാർത്ഥത്തിൽ ആരിലേക്ക് വരുന്നു കൊടുക്കുന്നത്, ആ സിമ്പലായിരിക്കും നിൽക്കുന്ന വസുദേവരിലേക്ക്. വസുദേവ തത്വം എന്നാണ് പറയുന്നത്. വസുദേവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ്, ചതുർവ്യൂഹത്തിലെ ഫസ്റ്റ് പാർട്ടാണ് വസുദേവൻ എന്ന് പറയുന്നത്. ആ വസുദേവ തത്വത്തിലേക്ക് ഇവിടുത്തെ ഈ വസുദേവനിലേക്ക് ആ തത്വം ആവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനെ. ഈ വസുദേവനിലേക്ക് എവിടെയുണ്ട് വസുദേവനെ? വസുദേവൻ ചതുർവ്യൂഹത്തിൽ വസുദേവൻ. ആ ചതുർവ്യൂഹത്തിന്റെ ബേസ് ആണ് ഈ ഭഗവാൻ ആയിട്ടുള്ളത്. ഭഗവാൻ എന്ന് പറയുന്ന സച്ചിദാനന്ദ സ്വരൂപനായ സംബിത്, സന്ദിനി, സംബിത്, ഹാദിനി എന്നിവയുടെ എല്ലാത്തിന്റെ ഇരിപ്പിടമായ ഭഗവാൻ, ഈ ഭഗവാൻ നിർദ്ദേശിക്കപ്പെട്ട ഈ പ്രതിരൂപമായിരിക്കുന്ന ഈ വാസന. നമ്മൾ ഒരാളെ കൊണ്ട്, ഒരു മാനേജർക്ക് ഒരു വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ വേറെ ഒരാളോട് പറയും, എന്റെ അസിസ്റ്റന്റ് മാനേജറോട് പറയും പോയി ചെയ്തു വരാൻ. എന്താണ്, അദ്ദേഹത്തിന് പറഞ്ഞു വിടും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭഗവാൻ നേരിട്ടിങ്ങി വന്ന് നമുക്ക് പ്രത്യക്ഷനാകുന്നില്ല. ഭഗവാൻ എന്ത് ചെയ്യുന്നു, കുഞ്ഞായിട്ട് ആ വസുദേവരിലേക്ക് ആ നോളജും ആ രൂപവും വസുദേവരുടെ ഉള്ളിലേക്ക് ആവേശിപ്പിച്ചു കൊടുക്കൂ എന്നുള്ളത് അതിനടുത്ത ഒരു പ്രതിരൂപമാണ് ഈ വസുദേവരെന്ന് പറയുന്നത്. അതീന്ദ്രിയാവസ്ഥ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതീന്ദ്രിയാവസ്ഥ എന്ന് പറയുന്നത് ലോകവന്ധനത്തിലിരിക്കുന്ന ആ കൃഷ്ണൻ, ആ സച്ചിദാനന്ദ സ്വരൂപമായ കൃഷ്ണനാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചതുർവ്യൂഹത്തെ കുറിച്ച് പറഞ്ഞത്. ചതുർവ്യൂഹം മനസ്സിലാക്കണം, എന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. വസുദേവനും എന്ന് വെച്ചാൽ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ വസുദേവനും സംഘർഷണനും പ്രദ്യുപ്നും അനിരുദ്ധനും കൂടുന്നു അവിടെ ആ ഫസ്റ്റ് ചതുർവ്യൂഹത്തിലേക്ക്. അപ്പൊ ആ ചതുർവ്യൂഹത്തെ എല്ലാം പോകുന്നതിന്റെ ഏറ്റവും അത്യുന്നതമായ ആള് എന്ത് ചെയ്യുന്നു, ഈ വസുദേവരായിരിക്കുന്ന ഈ അടയാളത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം വസുദേവൻ തന്നെയാണ് വസുദേവരിലേക്ക് പ്രവേശിച്ചത് എന്ന് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ മാതാജി. കിട്ടിയോ മാതാജി? ഹരേ കൃഷ്ണ മാതാജി. വസുദേവൻ എന്നാണോ വാസുദേവൻ എന്നാണോ മാതാജി? ഏത്? ഇവിടെ പ്രതിരൂപം വസുദേവരാണ് മാതാജി. ഈ പ്രതിരൂപമായിട്ട് വന്നിരിക്കുന്നത് വസുദേവർ. വസുദേവൻ എന്ന് പറയുമ്പോ ഭഗവാന്റെ അച്ഛനല്ലേ? വസുദേവരാണ് ഭഗവാന്റെ അച്ഛൻ. വസുദേവർ ഈ 4 ചതുർവ്യൂഹത്തിൽ ഒന്ന് വാസുദേവൻ. അത് വാസുദേവനാണ്. ഈ 4 ചതുർവ്യൂഹത്തിൽ വരുന്നത് വാസുദേവനാണ്. വാസുദേവനാണ്. വസുക്കൾക്ക് ദേവനായിട്ടുള്ളവൻ വാസുദേവൻ, ഇന്ദ്രിയങ്ങൾക്ക് ദേവനായിട്ടുള്ളവൻ എന്നൊക്കെ പറയത്തില്ല നമ്മള്. അപ്പൊ അതാണ് വാസുദേവൻ. ഹരേ കൃഷ്ണ. മാതാജിക്ക് മനസ്സിലായ ചോദ്യം ചോദിച്ച മാതാജി? മാതാജി മനസ്സിലായി. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്തോണ്ടോ? സമയമായി എന്നാലും ചോദിക്കാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിവിടെ നിർത്താം. ഐശ്വര്യ മാതാജി, ചതുർവ്യൂഹത്തിൽ വരുന്നത് വാസുദേവനാണ് എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ. വസുദേവരല്ല. വസുദേവർ എന്ന് പറഞ്ഞാൽ ആ സിമ്പലാണ് എന്ന് മനസ്സിലാക്കിക്കോണം. അതീന്ദ്രിയാവസ്ഥയുടെ സിമ്പൽ.
നമ്മുടെ ഐശ്വര്യ മാതാജി ഇല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സമയമായല്ലോ മാതാജി അല്ലേ? സമയായി മാതാജി, സമയായി. ഓക്കെ, കഴിഞ്ഞു മാതാജി ക്ലാസ്. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. അതൊന്ന് മാറ്റൂ. ഹരേ കൃഷ്ണ, താങ്ക് യു മാതാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ, താങ്ക് യു ഹരേ മാതാജി. കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ.